ഹായ് എവരിവൺ, ഐ എം ഡോക്ടർ ദിവ്യ. ഇന്ന് എല്ലാവർക്കും അറിയാമല്ലോ, SSLC റിസൾട്ട് പുറത്തു വരികയാണ്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ +2 റിസൾട്ട് പ്രസിദ്ധീകരിക്കപ്പെടും. അത് കഴിഞ്ഞാൽ പതിവ് പോലെ തന്നെ ഫുൾ A+കളും മറ്റ് A+കളും ഒക്കെ ആഘോഷമാക്കപ്പെടും. പിന്നെയുള്ളത് അവാർഡുകൾ, ഫ്ലെക്സുകളും ഒക്കെ കൊണ്ട് നിറയും. ഇതിനിടയിൽ ഞെരുങ്ങിപ്പോകുന്ന മക്കളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മക്കളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക. നിങ്ങൾ ഈ ഫലത്തിന്റെ പേരിൽ അവരെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടോ? ഫുൾ A+ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? അവനെ അല്ലെങ്കിൽ അവളെ മറ്റുള്ള കുട്ടികളെ മാർക്കുകളുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന A+കളുടെ എണ്ണമാണ് കുടുംബ ഗ്രൂപ്പുകളിലും മറ്റ് വാട്സപ്പ് സ്റ്റാറ്റസുകളിലും നിങ്ങളുടെ അഭിമാനം നിർണ്ണയിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി നിങ്ങളുടെ കുട്ടികളെ ഈ SSLC റിസൾട്ടും +2 റിസൾട്ടും അല്ല ജീവിതത്തിന്റെ ആത്യന്തികമായ വിജയവും പരാജയവും കണക്കാക്കുന്നതെന്ന് കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഏതാനും മണിക്കൂറുകളാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മളെ ആദ്യം സ്വയം മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുമക്കളെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് നിങ്ങൾ ഈ അവസാന നിമിഷങ്ങളിലെങ്കിലും മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തുറന്നു പറയട്ടെ, മറ്റ് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ അടുത്ത വരുന്ന പത്രങ്ങളിലെ ആത്മഹത്യാ കുറിപ്പുകൾക്കൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോയും നമ്മൾ കാണേണ്ടി വരും. അത്രയേറെ ദുർബലരാണ് നമ്മുടെ മക്കളെന്ന് നമ്മൾ മനസ്സിലാക്കുക. 10ാം ക്ലാസ്സിലെയും +2ലെയും മാർക്കാണ് ജീവിതത്തിന്റെ വിജയവും പരാജയവും കണക്കാക്കുന്നതെന്ന് മുൻ തലമുറ നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സിദ്ധാന്തം ഉണ്ടായിരുന്നു. അതല്ല എന്നും അതിനപ്പുറം ഒരു ലോകവും ജീവിതവും ഉണ്ടെന്നും നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തി എടുക്കേണ്ടതും നമുക്ക് തിരിച്ചറിവ് കിട്ടേണ്ടതുമായിട്ടുള്ള സമയങ്ങളാണ് ഈ കടന്നു പോകുന്നത്. അതിന് നിങ്ങൾ മുതിരുക ഇപ്പോൾ തന്നെ. വിജയത്തിലും നേട്ടത്തിലും മാത്രമല്ല, പരാജയത്തിലും നഷ്ടത്തിലും അവരെ ചേർത്ത് പിടിക്കാൻ നാം ഉണ്ടാകുമെന്നുള്ള ഒരു ബോധ്യപ്പെടുത്തൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്, നമ്മുടെ മക്കളിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടത് നാം തന്നെയാണ്. അതിനുള്ള മണിക്കൂറുകളാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മക്കൾ അങ്ങനെ എന്തെങ്കിലും സ്ട്രെസ്സുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലറെയോ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെയോ പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ട അവസരങ്ങളാണ് നിങ്ങളുടെ മുന്നിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ധൈര്യമായി വിളിക്കുക. ഈ SSLC +2 റിസൾട്ട് അവസാനിക്കുന്നത് വരെ ഈ ഒരു മാസം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുള്ള SSLC +2 കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് തികച്ചും ഫ്രീ ആയിരിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കുഞ്ഞുമക്കൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ ഞങ്ങളെ അറിയിക്കുക. എന്ത് സഹായങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ മക്കളെ വിജയത്തിലും പരാജയത്തിലും നിങ്ങൾ ചേർത്ത് പിടിക്കേണ്ടതാണ്. നമ്മൾ ഈ സമ്പാദിച്ചു കൂടുന്നതെല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പാളിച്ചകൾ ജീവിതത്തിൽ ഉണ്ടായാൽ അവരെ കൈപിടിച്ച് ചേർത്ത് കൊണ്ടുവരേണ്ടത് നമ്മുടെ രക്ഷകർത്താക്കളുടെ കടമയാണെന്ന് മനസ്സിലാക്കുക. താങ്ക് യു.